സംശയത്തോട് ചോദിക്കാറുണ്ട്. മുതലാളിത്തത്തിൻ്റെ എല്ലാ ഭിന്നതയും നിലനിൽക്കുന്ന, മനുഷ്യരെ ഇകഴ്ത്തുന്ന, ഫ്യൂഡലിസത്തിൻ്റെ അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ അത്തരമൊരു സമത്വസുന്ദരമായിട്ടുള്ള സമൂഹത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ പോലും ആളുകൾക്ക് പ്രയാസമാകുന്നു എന്ന വസ്തുതയുണ്ട്. പക്ഷേ സോവിയറ്റ് റഷ്യയിൽ വിപ്ലവം നടന്നതിന് ശേഷം അവിടെ ഉണ്ടായിട്ടുള്ള മാറ്റവും വിയറ്റ്നാമിലും അതുപോലെ തന്നെ ക്യൂബയിലും ചൈനയിലെ ചില മേഖലകളിൽ മുതലാളിത്ത മൂലധനമൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ചൈനീസ് മാതൃകയിലുള്ള സോഷ്യലിസം കെട്ടിപ്പടുക്കുന്നു എന്നവർ പറയുമ്പോൾ അവിടുത്തെ പട്ടിണി മാറ്റി എല്ലാ മനുഷ്യരെയും കൈപിടിച്ചുയർത്തുന്ന ഒരു സമീപനമാണ് കൊണ്ടുവരുന്നത് എന്ന് കാണാൻ സാധിക്കും. വർഗീയ ലഹളകൾ ഒഴിവാക്കാനുള്ള നല്ല കണ്ണുവെച്ച പരിശ്രമം എല്ലാ സ്ഥലത്തും വർഗീയ ലഹളകൾക്ക് ഒപ്പൊക്കെയുണ്ട്. പക്ഷേ അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അത് ഒഴിവാക്കാനുള്ള പരിശ്രമം ഇത്തരം രാജ്യങ്ങളിൽ നടക്കുന്നു എന്നുള്ളതും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഈ സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യൻ ഭരണാധികാരികൾ ഭരിച്ച രീതി ശരിയായിരുന്നില്ല എന്നാണ് CPM വിലയിരുത്തിയത്. 47-47 സ്വാതന്ത്ര്യം കിട്ടുന്നത്, 1947. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റായിട്ട് രൂപം കൊണ്ടപ്പോൾ ഞങ്ങൾ എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഞങ്ങളുടെ പരിപാടിയിൽ വളരെ വ്യക്തമായി ഇന്ത്യൻ ഭരണാധികാരി വർഗത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യയിലെ ഭരണാധികാരികൾ, അന്നത്തെ കോൺഗ്രസിൻ്റെ ഭരണാധികാരികൾ ഭൂപ്രഭുത്വത്തെ സംരക്ഷിക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ടുള്ള ജാതി വ്യവസ്ഥയെ തകർക്കാതെ നിലനിർത്തുന്നു, ഐത്താചരണമൊന്നും പൂർണ്ണമായിട്ട് ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നില്ല, അതോടൊപ്പം വൻകിട മുതലാളിമാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പൂർണ്ണമായി ലാഭകേന്ദ്രീകൃതമായിട്ടുള്ള വൻകിട വ്യവസായങ്ങളും വൻകിട സംരംഭങ്ങളും പ്രോത്സാഹിപ്പിക്കുമ്പോൾ മറുവശത്ത് ദരിദ്രരായിട്ടുള്ള ജനങ്ങൾ പരമദരിദ്രരായിട്ട് മാറുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇന്ത്യ ഗവൺമെൻറ് ഒരു ഭൂപ്രഭു ഭരണവർഗത്തിൻ്റെ ഉപകരണമാണ് എന്ന് 64 പാർട്ടി പരിപാടിയിൽ പറഞ്ഞത്. അത് ഒന്നും കൂടി പറഞ്ഞാലേ അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. അത് ലോക സാമ്രാജ്യത്വവുമായിട്ട് സന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കടുപ്പപ്പെട്ട പടമാണെങ്കിലും നമ്മളെ നേരിട്ട് ബാധിക്കുന്നതാണ്. നിങ്ങൾ കടുപ്പം കണ്ടിട്ടായിരിക്കും അപ്പാടെ നിർത്താൻ പറഞ്ഞത് എന്ന് വെച്ചാൽ അത് പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ റബ്ബറിന് വിലയില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്യുമ്പോൾ ആസിയൻ കരാറിൽ ഒപ്പിടുമ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ, അത് ലോക കോർപ്പറേറ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമീപനം ഇന്ത്യൻ പാർലമെൻറ്റിൽ സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ടാണ്. മരുന്നിന് വില കയറുന്നു എന്ന് പറയുമ്പോൾ ഒരു മുൻ ആരോഗ്യമന്ത്രി കൂടിയായി എനിക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല. 70കളിലെ നമ്മുടെ പാറ്റന്റ് നിയമം ഭേദഗതി ചെയ്ത് നമ്മുടെ മരുന്നുൽപ്പാദകരെ നിഷ്പ്രഭരാക്കിയത് കൊണ്ടാണ് ഇന്ത്യയിൽ മരുന്നിന് വില കൂടാൻ തുടങ്ങിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തത്വശാസ്ത്രം പറയുന്നു എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത് മനസ്സിലാക്കേണ്ട, ഇത് ഈ ഭാഷയിലല്ലാതെ മറ്റൊരു ഭാഷയിൽ പറയാനുമില്ല. അതുകൊണ്ട് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സമ്പൂർണ്ണ കാർഷികവൽക്കരണവും സമ്പൂർണ്ണ ഭൂമിയെ സ്വതന്ത്രമാക്കിക്കൊണ്ടുള്ള ഭൂപരിഷ്കരണവും 57 കേരളത്തിലൊക്കെ നടത്തിയതുപോലെ ഇന്ത്യയിൽ നടക്കണമെങ്കിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരണം എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. മധുരയിൽ വരുമ്പോൾ മറ്റൊന്നുമല്ല, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഞങ്ങൾക്ക് നേരത്തെ 2 സംസ്ഥാനങ്ങളിൽ ഭരണം ഉണ്ടായിരുന്നത് തകർന്നു പോയിട്ടുണ്ട്. ബംഗാളിലും ത്രിപുരയിലും. കേരളത്തിലാണ്. കേരളം ഒരു മാതൃകയായിട്ട് നമ്മൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ലക്ഷ്യം പാർട്ടിയെ കൂടുതൽ ശക്തമാക്കി കേരളത്തിൽ ഭരണരംഗത്ത് മാത്രമല്ല പാർട്ടിയെ ശക്തമാക്കുക എന്ന് വെച്ചാൽ വർഗ്ഗസമരങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ത്യയിലുടനീളം പാർട്ടിയെ ശക്തമാക്കുക. കേരളത്തിൽ മൂന്നാമതും ഇടതുപക്ഷം വന്നുകൊണ്ട് ഇന്ന് നടത്തുന്ന പരിഷ്കാരങ്ങൾ തുടർന്ന് നമ്മുടെ സമ്പൂർണ്ണ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതാണല്ലോ ഇപ്പോൾ പറഞ്ഞത്, അത് പൂർത്തിയാക്കുക. ഇപ്പോൾ ചെയ്യുന്ന ക്ഷേമ പദ്ധതികളെല്ലാം നടത്തിക്കൊണ്ട് കേരളം ഒരു മാതൃകയായിട്ട് മുന്നോട്ട് പോവുക. അതിന് ഇടതുപക്ഷം തന്നെ വരിക. ബംഗാളിലും ത്രിപുരയിലും വീണ്ടും അവിടെ എന്താണ് തകർന്നതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ തിരിച്ചു കിട്ടാൻ വേണ്ടി അവിടെ ശക്തമായി ഇടതുപക്ഷത്തിൻ്റെ മുന്നേറ്റം ഉണ്ടാക്കുക. അതോടൊപ്പം എല്ലാ സംസ്ഥാനങ്ങളിലും ഇടതുപക്ഷത്തിൻ്റെ മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് മധുര കോൺഗ്രസിൽ ഞങ്ങൾ ലക്ഷ്യമായിട്ടെടുക്കുന്നത്. അതായത് നമുക്ക് CPMൻ്റെ ഒരു രീതി അനുസരിച്ച് മുൻകൂട്ടി പറയുന്ന രീതിയില്ല. ഒരുപാട് പേരുകൾ ചർച്ച ചെയ്യും. അപ്പോൾ അതിലേറ്റവും കൂടുതൽ സൗകര്യവും സമയവും സാധ്യതയും ഒക്കെയുള്ള ആളുകൾ, സന്നദ്ധതയും ഒക്കെയുള്ള ആളുകൾ അത്തരം സ്ഥാനത്തേക്ക് വരും എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ മുൻകൂട്ടി ഒന്നും പറയാൻ പറ്റില്ല ആരാണ് ജനറൽ സെക്രട്ടറി ആവുക എന്നുള്ളത്. എന്തായാലും പാർട്ടിക്ക് ജനറൽ സെക്രട്ടറി ഉണ്ടാകും. അത് ഒട്ടും മോശമല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് വരിക എന്നുള്ള കാര്യം നിങ്ങളോട് എനിക്ക് പറയാം. എന്നാൽ ആരാണ് എന്നിപ്പോൾ ഞങ്ങൾക്കാർക്കും പറയാൻ പറ്റില്ല. അതൊന്നും നമുക്ക് ഒരു കാരണവശാലും പറയാൻ കഴിഞ്ഞു. എന്നെപ്പോലെ ഒരുപാട് വനിതാ നേതാക്കൾ ഈ രാജ്യത്തുണ്ട്, നന്നായിട്ട് പ്രവർത്തിക്കുന്ന. അവരിൽ ആര് വന്നാലും
പാർട്ടിക്ക് അത് ഒരുപോലെയാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇന്നയാൾ വരുന്നൊന്നും നേരത്തെ പറയാൻ പറ്റില്ല. ഈ പ്രായപരിധി കർശനമായി നടപ്പാക്കുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഇപ്പോൾ ദേശീയ തലത്തിൽ പ്രത്യേകിച്ച് അങ്ങനെയുള്ള ആളുകളുടെ ഒരു കൂട്ടത്തോടെയുള്ള ഒഴിഞ്ഞുപോക്ക് ഒരു പാർട്ടി വളരെ ചർച്ച ചെയ്തിട്ടാണ് ഈ കാര്യം തീരുമാനിച്ചിട്ടുള്ളത്. ബഹുമാന്യനായിട്ടുള്ള പ്രകാശ് കാരാട്ട് ഈ കാര്യം വളരെ വ്യക്തമായി മാധ്യമങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒഴിഞ്ഞു പോകുന്നില്ല ആരും. പ്രായം കൂടിയ ആളുകളെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുന്നത് ഞങ്ങൾക്കൊരു നമ്പർ ലിമിറ്റ് ഉണ്ട്, എണ്ണം പരിമിതമാണ്. കണ്ടമാന ആളുകൾ എല്ലാവരെയും സെക്രട്ടറി ആക്കുക, അങ്ങനെ ചില പാർട്ടികളൊക്കെ ചെയ്യാറുണ്ട്. പറയുന്ന ആളൊക്കെ സെക്രട്ടറി, അങ്ങനെയില്ല ഞങ്ങൾക്ക്. ഞങ്ങളിതൊരു കേഡർ പാർട്ടിയാണ്, അതുകൊണ്ട് എണ്ണം ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ആ എണ്ണത്തിൽ ഒതുങ്ങുമ്പോൾ പ്രായം ചെന്ന ആളുകൾ മാറി നിന്ന് ചെറുപ്പക്കാർ, എത്രയധികം ചെറുപ്പക്കാരെയാണ് കഴിഞ്ഞ 2-3 പാർട്ടി കോൺഗ്രസ്സുകളിലൂടെ നമ്മൾ കൊണ്ടുവന്നത്. അവർക്കൊരു അവസരം കൊടുക്കണം. അവർ വളരെ മിലിറ്റൻ്റ് ആയിട്ടുള്ളൊരു വിഭാഗമാണ് ചെറുപ്പക്കാർ. അപ്പോൾ അവർ വരുമ്പോൾ പ്രായം ചെന്ന ആളുകൾ കമ്മിറ്റിയിൽ നിന്ന് മാറുന്നു എന്നേ ഉള്ളൂ. CPM-ൻ്റെ ദൈനംദിന പ്രവർത്തനത്തിൽ അവരുടെ എക്സ്പീരിയൻസും അവരുടെ അറിവും എല്ലാം പൂർണ്ണമായി വിനിയോഗിച്ചുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുക. പോലുള്ള ആളുകൾക്ക് ഇളവ് കിട്ടിയേക്കുന്നൊക്കെ ചില വാർത്തകൾ, അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അവസാനത്തെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്തുകൊണ്ടാണ് അത്തരം ആർക്കൊക്കെ ഇളവ് കൊടുക്കണം, ആരൊക്കെ നിൽക്കണം, അതെല്ലാം തീരുമാനിക്കുന്നത് അവസാനമാണ്. അത് ആ കമ്മിറ്റി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ആർക്ക് ഇളവ് കൊടുക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. വൃന്ദാ കാരാട്ടൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള, വളരെ ഞങ്ങളെല്ലാം എന്നും മാതൃകയാക്കുന്ന ആവേശപരമായിട്ടുള്ള അനുഭവങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുള്ള നേതാവാണ്. അതുകൊണ്ട് ആരും പിരിഞ്ഞു പോകുന്നില്ല. പ്രകാശ് കാരാട്ട് സഖാവ് പറഞ്ഞു, ഞങ്ങളാരും റിട്ടയർമെൻ്റ് ഇല്ല പാർട്ടിക്കകത്ത്. ഞങ്ങളെല്ലാം ജീവശ്വാസം അവസാനിക്കുന്നത് വരെ എണീറ്റ് നടന്ന് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്നത് വരെ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായി നിൽക്കുന്നവരാണ്. അതുകൊണ്ട് ഇതിനകത്ത് ആർക്കും റിട്ടയർമെൻ്റ് ഇല്ല. പക്ഷേ പുതിയ ആളുകൾക്ക് വരാൻ വേണ്ടി കമ്മിറ്റികളിലേക്ക് വരാൻ വേണ്ടി കമ്മിറ്റികളിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ.